പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഈ വർഷം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഫിനിക്സിന്റെ മെഗാ ടെസ്റ്റ് പേരടക്കം മാറിയിട്ട് പുതിയ രീതിയിലാണ് നടന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ മെഗാ ടെസ്റ്റ് എന്ന് പറയും, വർഷങ്ങളായി 15 വർഷത്തോളമായി ഇതിന്റെ പേര് മെഗാ ടെസ്റ്റ് എന്നായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ വർഷം മുതൽ അതിന്റെ പേര് ഫിൻ ടെസ്റ്റ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഫിൻവേഴ്സിലെ കുട്ടികൾക്കുള്ള ഓരോ വർഷവും 2 തവണ നടക്കുന്ന എക്സാമാണ് ഫിൻ ടെസ്റ്റ്. അപ്പൊ ആ ഫിൻ ടെസ്റ്റിന്റെ റിസൾട്ട് ഒന്നാമത്തെ +2 കുട്ടികൾക്ക് നടന്ന ഒന്നാമത്തെ ഫിൻ ടെസ്റ്റിന്റെ റിസൾട്ടിന്റെ പ്രഖ്യാപനവും അതിന്റെ ഒരു അനാലിസിസുമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൽ പങ്കെടുക്കുന്നത് വണ്ടൂർ ബ്രാഞ്ച് ഡയറക്ടറും അതേപോലെ ഫിൻവേഴ്സ് ക്ലാസിന്റെ എക്സാമിനേഷൻ കൺട്രോളറുമായ മനോജ് സാറാണ്. അതേപോലെ മറ്റൊരാൾ നമ്മളെ നിലമ്പൂർ ബ്രാഞ്ച് ഡയറക്ടറും നമ്മളെ കൗൺസിലിംഗ് വിഭാഗം ഹെഡുമായ ബഷീർ സാറാണ്. അതേപോലെ മറ്റൊരു വ്യക്തി അതിൽ പങ്കെടുക്കുന്നത് പൂക്കുടുംപാടം ബ്രാഞ്ച് ഡയറക്ടറും അതേപോലെ നമ്മൾ അക്കാഡമിക് കോർഡിനേറ്ററുമായ മുജീബ് സാറുമാണ്. അപ്പോൾ അവരെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. നേരത്തെ നമ്മുടെ ഫിൻവേഴ്സിൻ്റെ MD ആയിട്ടുള്ള ഷബീർ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ മെഗാ ടെസ്റ്റ് അല്ലെങ്കിൽ ഫിൻ ടെസ്റ്റ്, പുതിയ പേരതാണ്, ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് നമ്മൾ ഇത്തവണ ഫിൻ ടെസ്റ്റ് അല്ലെങ്കിൽ മെഗാ ടെസ്റ്റ് നടത്തുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ സാധാരണ എല്ലാ പരീക്ഷകളും ആ എഴുതുന്ന സമയത്ത് ആ കുട്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് റിസൾട്ട് വരിക. ചിലപ്പോൾ ഭാഗ്യനിർഭാഗ്യങ്ങൾ അതിൽ ബാധിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത് നടത്തിയ ഈ ഫിൻ ടെസ്റ്റിൽ നമ്മൾ കണ്ടെത്തിയത് ഏറ്റവും നല്ല കുട്ടിയെ അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനെ കണ്ടെത്തണം എന്നുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തതിൽ ഏറ്റവും പ്രധാനമായ ഒരു നല്ല കുട്ടിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ നോട്ട് ബുക്ക്. ഒരു നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയുടെ നോട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും ആ കുട്ടി പഠിക്കുന്ന കുട്ടിയാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് ബുക്ക് ഏറ്റവും പെർഫെക്റ്റായി കൈകാര്യം ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കണം നമ്മുടെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ക്ലാസ് ടെസ്റ്റാണ്. ഒരു ചാപ്റ്റർ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ക്ലാസ് ടെസ്റ്റ് കൃത്യമായി എഴുതി മുഴുവൻ മാർക്ക് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ മാർക്ക് വാങ്ങുന്ന കുട്ടിയായിരിക്കും ബെസ്റ്റ് സ്റ്റുഡൻ്റായ കുട്ടി. മൂന്നാമത്തെ ഒരു കാര്യം അറ്റൻഡൻസ് ആണ്. എപ്പോഴെങ്കിലും വരുന്ന ഒരു കുട്ടി ഒരിക്കലും ചിലപ്പോൾ ഏതെങ്കിലും പരീക്ഷയിലൊക്കെ മുന്നിലെത്താം, പക്ഷെ നമ്മുടെ ഫിൻ ടെസ്റ്റിൽ മുന്നിലെത്താൻ പാടില്ല. കൃത്യമായി അറ്റൻഡൻസ് ഉള്ള, കൃത്യമായി നോട്ട് എഴുതുന്ന, കൃത്യമായി ക്ലാസ് ടെസ്റ്റ് എഴുതുന്ന, കൃത്യമായി എല്ലാവരോടും നന്നായി പെരുമാറുന്ന ഏറ്റവും നല്ല കുട്ടിയായിരിക്കണം നമ്മുടെ ഫിൻ ടെസ്റ്റിൻ്റെ 1ാം റാങ്ക് അല്ലെങ്കിൽ ആദ്യ റാങ്കുകളിൽ പെട്ടവർ എന്നുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏറ്റവും നല്ല കുട്ടിയെ തന്നെയാണ് അല്ലെങ്കിൽ കുട്ടികളെയാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കാണാൻ കഴിയുക. ഞാൻ റാങ്ക് ലിസ്റ്റ് അതിലെ ആദ്യത്തെ 10 റാങ്കുകാരെ നമ്മളിപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ ഈ ഫിനിക്സിൻ്റെ ഈ മുത്തുകൾ ഞങ്ങൾ 3 ആളും കൃത്യമായി ഓരോരുത്തരെയായിട്ട് വിലയിരുത്തി പ്രഖ്യാപിക്കുകയാണ്. 1ാം റാങ്ക് നിങ്ങൾ ഏവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ 2 വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ അവരുടെ ഓരോ പെർഫോമൻസ് നോക്കിയപ്പോൾ 2 പേരും ഒന്നിനൊന്ന് മികച്ച അല്ലെങ്കിൽ നല്ല മണിമുത്തുകൾ തന്നെയാണ്. അതിൽ 1ാം റാങ്ക് വണ്ടൂർ ബ്രാഞ്ചിലെ നൈന എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കും അതുപോലെ തന്നെ നിലമ്പൂർ ബ്രാഞ്ചിലെ വൈഷ്ണവി എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കുമാണ്. ഇവർ 200 മാർക്കിൽ 200 മാർക്കും വാങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, 100% മാർക്ക് അവർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മുജീബ് മാഷ് നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്ററാണ്. വെറും പരീക്ഷയിൽ മാത്രമല്ല, നമ്മുടെ അക്കാഡമിക് കാര്യങ്ങളെല്ലാം കൃത്യമായി വിലയിരുത്തുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് സാറാണ്. സാർ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പറയാനുണ്ടാവും. തീർച്ചയായിട്ടും മനോജ് സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഫിൻവേഴ്സ് +2 അതിൻ്റെ 1ാം മെഗാ ടെസ്റ്റ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഫിൻവേഴ്സിൻ്റെ 6 ബ്രാഞ്ചുകൾ ഒരേ മനസ്സോടുകൂടെ ഒറ്റക്കെട്ടായി അതിൽ വളരെ വാശിയോടുകൂടെ തികച്ചും ആരോഗ്യകരമായി നടന്ന ഈ ഫിൻ ടെസ്റ്റിൽ അതിൻ്റെ അക്കാഡമിക് നിലവാരത്തോടൊപ്പം തന്നെ സാറ് സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ കുട്ടികളുടെ ക്ലാസ് ടെസ്റ്റിലെ പെർഫോമൻസ്, അതുപോലെ തന്നെ നോട്ട് അതിൻ്റെ സബ്മിഷൻ, അതുപോലെ തന്നെ കുട്ടികളുടെ റെഗുലർ ക്ലാസ്സിലെ അവരുടെ അറ്റൻഡൻസ്, ഇതെല്ലാം വളരെ തലനാരിഴ കയറി വളരെ സൂക്ഷ്മമായ പരിശോധനയിൽ ഇതിലേറ്റവും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് 2 കുട്ടികളാണ്. അതിലൊന്ന് വണ്ടൂർ ബ്രാഞ്ചിലെ കുട്ടി സൂചിപ്പിക്കപ്പെട്ട പോലെ നൈന, അതുപോലെ തന്നെ നിലമ്പൂർ ബ്രാഞ്ചിലെ വൈഷ്ണവി. ഈ 2 കുട്ടികളാണ്. അവരെ നമുക്ക് പ്രത്യേകമായി അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. കൺഗ്രാജുലേഷൻ നേരുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മെഗാ ടെസ്റ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള ഒഴുക്കം പോലും
നമ്മളിതിൻ്റെ സൂക്ഷ്മമായ ഒരു നിരീക്ഷണമായിരുന്നു. കുട്ടിയുടെ എല്ലാ അർത്ഥത്തിലുള്ള പെർഫോമൻസ് വിലയിരുത്തിയാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അവർ അത് വളരെ എഫക്റ്റീവായിട്ട് അത് ഈ വണ്ടൂരിലെയും നിലമ്പൂരിലെയും കുട്ടികൾ അത് കൃത്യമായി അർഹതപ്പെട്ട കുട്ടികളിലേക്കാണ് റാങ്ക് എത്തിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി 2 ബ്രാഞ്ചിലെ ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ +2 ഫിൻ ടെസ്റ്റ് 1 ആദ്യ റാങ്കുകാരെയാണ് മനോജ് സാറ് സൂചിപ്പിച്ചിട്ടുള്ളത്. ബാക്കി ആദ്യ 5 റാങ്കുകൾ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ പേരുവിവരം നിലമ്പൂർ ബ്രാഞ്ച് ഡയറക്ടർ കൂടിയായ ബഷീർ സാറ് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു സാർ. പ്രിയ രക്ഷിതാക്കളെ, കുട്ടികളെ, നിങ്ങൾ മനസ്സിലാക്കിയ പോലെ ഏകദേശം നമ്മുടെ ഈ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ അടുത്ത് 2ാം റാങ്ക് 1ാം റാങ്ക് 2 കുട്ടികൾ പങ്കെടുത്ത പോലെ തന്നെ 2ാം റാങ്കിലും 2 ബ്രാഞ്ചുകൾ 2ാം റാങ്ക് ഷെയർ ചെയ്തിരിക്കുകയാണ്. അതിൽ 2ാം റാങ്ക് പിന്നീട് വരുന്നത് അഭിനവ് പി എന്ന കുട്ടിയാണ്. പൂക്കോട്ടുംപാടം ബ്രാഞ്ചിലെ കുട്ടിയാണ് അഭിനവ്. അതേപോലെ തന്നെ 2ാം റാങ്ക് ഷെയർ ചെയ്തിരിക്കുന്നത് നിലമ്പൂർ ബ്രാഞ്ചിലെ ശ്രീഹരി എന്ന കുട്ടിയാണ്. ഈ 2 കുട്ടികളും 1ാം റാങ്കിൽ നിന്നും ഏകദേശം 2.5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2.25 മാർക്കിൻ്റെയൊക്കെ ചെറിയ വ്യത്യാസത്തിലാണ് ഇവർക്ക് ഈ റാങ്ക് എന്ത് ചെയ്തിട്ടില്ലേ 1ാം റാങ്ക് നഷ്ടമായിരിക്കുന്നത്. എങ്കിൽ പോലും 98.75% മാർക്കാണ് ഈ 2 കുട്ടികളും വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ 3ാം റാങ്ക് 2 കുട്ടികൾ പങ്കിട്ടെടുക്കുന്നുണ്ട്. നഷ്വ എം വണ്ടൂർ ബ്രാഞ്ചിലെ കുട്ടിയാണ് 3ാം റാങ്ക്. അതേപോലെ തന്നെ അദ്നാൻ കെ പൂക്കോട്ടുപാടം ബ്രാഞ്ചിലെ കുട്ടിയാണ് അദ്നാൻ കെ. അതുപോലെ തന്നെ 4ാം റാങ്കും 2 കുട്ടികൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ വ്യത്യാസത്തിലാണ്. 98.50 ആണ് 3ാം റാങ്കിൽ, 98.25 ആണ് 4ാം റാങ്ക്. ചെറിയ അരമാർക്ക് ഡിഫറൻസിലൊക്കെയാണ് ഈ കുട്ടികൾ ഈ റാങ്ക് വ്യത്യാസം വന്നിരിക്കുന്നത്. അതിൽ 4ാം റാങ്കിൽ വന്നിരിക്കുന്ന കുട്ടി ആയിഷ റന എന്ന കുട്ടിയാണ്. ആ കുട്ടി പൂക്കോട്ടുപാടം ബ്രാഞ്ചിലെ കുട്ടിയാണ് അല്ലേ. അതുപോലെ ഹാഷിം ഹിദായത്ത് എന്ന കുട്ടിയാണ്. ആ കുട്ടി കാളികാവ് ബ്രാഞ്ചിലെ കാളികാവ് റാങ്കിലേക്ക് വന്നു. കാളികാവ് റാങ്കിലേക്ക് എന്ത് ചെയ്തു വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സീക്വൻസ് പരിശോധിച്ച് നോക്കിയാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ വർഷം മുതൽ അങ്ങോട്ട് കഴിഞ്ഞ വർഷം വരെ നമ്മൾ ആ കൊറോണ ബാച്ചിനെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് വന്നതെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സർക്കാർ നയം തന്നെ, വിദ്യാഭ്യാസ നയം തന്നെ കൃത്യമായിട്ട് കുട്ടികളെ സ്ക്രീനിങ് നടത്തി ഏറ്റവും അർഹതപ്പെട്ട കുട്ടികൾക്ക് മാത്രം മാർക്ക് അല്ലെങ്കിൽ റാങ്കിൽ വന്നാൽ മതി എന്ന ഒരു ഉറച്ച തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ എടുത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ എക്സാം നടത്തിയത്. കുട്ടികളുടെ അന്വേഷണം മനസ്സിലാവും. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കുട്ടികൾ നല്ല ടഫായിരുന്നു. കാരണം ആ രീതിയിൽ തന്നെ കുട്ടികൾക്ക് അത് ചലഞ്ചിങ് ആയി തോന്നുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ചെയ്തത്. പക്ഷേ എങ്കിൽ പോലും ആദ്യത്തെ 10 റാങ്കിൽ 15 കുട്ടികളുണ്ടെങ്കിൽ പോലും 15ാമത്തെ കുട്ടിക്ക് വരെ എബോവ് 96% മാർക്കുണ്ട് എന്ന് പറയുമ്പോൾ ഒട്ടും മോശമല്ല. എന്ന് പറയുമ്പോൾ ഇവിടെ 10ാം റാങ്കിൽ വന്ന കുട്ടിക്കും കുട്ടി 100-ൽ നിന്നും 96% മാർക്കോട് കൂടിയിട്ടാണ് 10ാം റാങ്കിലുള്ള കുട്ടി വന്നത് പറയുമ്പോൾ അത്രയും കടുത്ത മത്സരത്തിൽ ഈ കുട്ടികൾ എന്ത് ചെയ്തു, അത്രയും ടഫായ ക്വസ്റ്റ്യൻസും കുട്ടികളുടെ എല്ലാ രീതിയിലുള്ള പെർഫോമൻസ് പരിഗണിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നപ്പോഴും നമ്മുടെ കുട്ടികൾ അതിലൊക്കെ വളരെ ഉഷാറാണ് എന്ന് നമുക്ക് നേർക്കുനേരെ തെളിയിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഈ റിസൾട്ടുകൾ. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഈ റിസൾട്ട് ഇത്രയും ധൈര്യസമേതം ഇത്രയും ഓപ്പണായിട്ട് എല്ലാ രക്ഷിതാക്കളെ മുന്നിൽ സമർപ്പിക്കാൻ പറ്റുന്ന റിസൾട്ട് ആയതുകൊണ്ട് കൂടിയാണ് ഇത് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനൊരു ഡിസ്കഷനിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ മനോജ് സാറ് ഞങ്ങളോട് സംസാരിച്ചു. ബാക്കി 6 റാങ്ക് മുതൽ നമ്മൾ വീണ്ടും പറയുകയാണ്. 6ാമത്തെ റാങ്ക് 5ാമത്തെ റാങ്ക് നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ 4 റാങ്ക് വരെ പറഞ്ഞിരുന്നു. 5ാമത്തെ റാങ്ക് വരുന്നത് റന്ന എ ആണ്. റന്ന എ വണ്ടൂർ ബ്രാഞ്ചിനെ പ്രതിനിധീകരിക്കുന്നു. 6ാമത്തെ റാങ്ക് കരുവാരകുണ്ട് 6ാമത്തെ റാങ്ക് വന്നിട്ടുണ്ട്. അതെ, നജ്വ കെ ടി ആണ്. ഇതിലൊക്കെ നേരത്തെ നമ്മുടെ നിലമ്പൂർ ഡയറക്ടർ ബഷീർ സാർ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഇതിൽ ഓരോന്നിനെയും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യത്തെ 10 റാങ്കുകാരും അല്ലെങ്കിൽ ആദ്യത്തെ റാങ്കുകാരൊക്കെ ഒട്ടും മോശമില്ലാത്തവരാണ്. ഇതിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 6ാം റാങ്ക് കരുവാരകുണ്ട് ബ്രാഞ്ചിലെ നജ്വ കെ ടി ആണ്. 7ാം റാങ്ക് ഫാത്തിമ റന്ന സി ടി
പിന്നെ വീണ്ടും വണ്ടൂരിലേക്ക് വരികയാണ് 7ാം റാങ്ക്. 8ാം റാങ്ക് എട്ടാം റാങ്ക് വരുന്നത് സാമിയ TK കരുവാരകുണ്ട് ബ്രാഞ്ചാണ്. 9ാം റാങ്ക് വീണ്ടും കാളികാവ് ബ്രാഞ്ചാണ്, മർജാന P ആണ്. പിന്നെ 10ാമത്തെ റാങ്ക് 2 പേർക്കാണ്, അത് രണ്ടും വണ്ടൂരാണ്, അംജദ് E, അപർണ KV. അപ്പോൾ നമുക്ക് വീണ്ടും പറയാം, ഇതിൽ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ആദ്യത്തെ 10 റാങ്കുകളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരികയാണെങ്കിൽ വണ്ടൂരിൽ ആദ്യത്തെ 10 റാങ്കുകളിൽ 15 കുട്ടികളാണുള്ളത്. അതിൽ 6 കുട്ടികൾ വണ്ടൂരിൽ നിന്നാണ്, 2 കുട്ടികൾ നിലമ്പൂർ ബ്രാഞ്ചിൽ നിന്നാണ്, 3 കുട്ടികൾ പൂക്കോടുംപാടം ബ്രാഞ്ചിൽ നിന്നാണ്, പിന്നെ 2 കുട്ടികൾ വീതം കരുവാരകുണ്ട്, കാളികാവ് ബ്രാഞ്ച് എന്നീ ബ്രാഞ്ചുകളിൽ നിന്നാണ്. മറ്റു ബ്രാഞ്ചുകളൊക്കെ ഒട്ടും മോശമൊന്നുമില്ല, എല്ലാവരും വളരെ. ഇതിലേറ്റവും എടുത്തു പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അവസാനത്തെ റിസൾട്ട് മാത്രമല്ല, നമ്മൾ പരീക്ഷ പ്രഖ്യാപിച്ചത് മുതൽ കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ ഫിൻവേഴ്സിലെ സ്റ്റാഫ് എല്ലാവരും ഇതൊരു ഉത്സവമായിട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ്. നമ്മൾ ഈ റാങ്ക് ഹോൾഡേഴ്സുമായി നടത്തിയ ഒരു സംഭാഷണത്തിൽ അവരുടെ ഒരു സാക്ഷ്യം ഇങ്ങനെയാണ്, മെഗാ ടെസ്റ്റ് എക്സാമിനേഷൻ അവർക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന പബ്ലിക് എക്സാമിനേഷനാണ്. നമുക്ക് റാങ്ക് ഹോൾഡേഴ്സിന്റെ ആ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, മെഗാ ടെസ്റ്റിലെ ടോപ്പേഴ്സ് തന്നെയാണ് എവിടെയും പബ്ലിക് എക്സാമിനേഷനിലെ ടോപ്പേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ കുട്ടികൾക്കത് പാരന്റ്സിന്റെ സാക്ഷ്യമാണ്, അവർക്ക് അതൊരു പിന്നെ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു +2 കുട്ടികളോട് കൂടി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം അവർക്ക് ഈ ഒരു വാശി വരണമെങ്കിൽ ഇനി അടുത്ത് തന്നെ +1 മെഗാ ടെസ്റ്റ് വരും, അല്ലെങ്കിൽ ഫിൻ ടെസ്റ്റ് വരും. അത് +1 കുട്ടികൾക്ക് വരണമെങ്കിൽ ഈ റാങ്ക് കിട്ടിയവരും അല്ലാത്തവരും ഒക്കെ തന്നെ ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം +1 കുട്ടികൾക്ക്. പക്ഷേ ഇതിലൊരു അരീക്കോട് ബ്രാഞ്ച് റാങ്കിൽ വന്നില്ല എന്നൊരു ഇത് കാണുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 10ാം റാങ്ക് വരെ 96% വന്നിരിക്കുന്നത്. അപ്പൊ അതിന് താഴെയുള്ള മാർക്ക് എന്തല്ല മോശമല്ല. അതായത് നമ്മൾ ആദ്യത്തെ ഈ 10 റാങ്കുകൾ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു പ്രൊപ്പോർഷനിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും നമ്മൾ അനുഭവിച്ച വലിയൊരു മാനസിക സംഘർഷമായിരുന്നു. കാരണം ഈ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ പ്രത്യേകിച്ച് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ അതിനെ വിലയിരുത്തുമ്പോൾ, അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോൾ അതിൽ 100% മാർക്ക് കിട്ടിയ 2 കുട്ടികളിരിക്കെ ഏറ്റവും അവസാനത്തെ അതിൻ്റെ ആദ്യ 10ലുള്ള 15 കുട്ടികൾ ഉൾപ്പെടുന്നതിൽ അവർക്ക് അവസാനത്തെ റാങ്ക് ഹോൾഡർ 15ാമത്തെ റാങ്ക് ഹോൾഡർ എന്ന് പറയും, അല്ലെങ്കിൽ 10ാമത്തെ റാങ്ക് ഹോൾഡർ എന്ന് പറയുന്നത് 96% ആണ്. മാത്രമല്ല 200ൽ 192 മാർക്ക് വാങ്ങിയ കുട്ടിയാണ് നമ്മൾ ആദ്യ 10ൽ അവസാനത്തെ കുട്ടി. 8 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് നമ്മുടെ കുട്ടികള്. ബാക്കിയുള്ളവർ മോശം എന്നല്ല, ഒരിക്കലും മോശമല്ല. തൊട്ടടുത്ത് തന്നെ അതിന് തൊട്ട് താഴെ 1 മാർക്കിന്റെ ഒക്കെ ചെറിയ വ്യത്യാസത്തിലാണ് നമ്മുടെ അരീക്കോട് ബ്രാഞ്ചിന്റെ. അത് നമ്മളൊരു റീസെന്റ് ബ്രാഞ്ചാണ്, ഏകദേശം 2 വർഷം ആയിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ പോലും അവരുടെ പെർഫോമൻസ് ഉയർന്നു വന്നു. വളരെ നല്ല രീതിയിൽ ഫിനിക്സിന്റെ ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഫിൻവേഴ്സിന്റെ ആ ഒരു കൂട്ടത്തിലേക്ക്, കുടുംബത്തിലേക്ക് അവരും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വലിയ സന്തോഷം. ഇനി +1 മെഗാ ടെസ്റ്റ് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ +1 വിദ്യാർത്ഥികൾക്ക് ഇത് വലിയൊരു പ്രചോദനമാവും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഫിൻ ടെസ്റ്റ് ഒരു രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും സ്റ്റാഫ് എല്ലാവരും ഒരു ഉത്സവമാക്കി എടുത്തത് അത് തന്നെയാണ് നമ്മുടെ വിജയം എന്നുള്ളതാണ്. അല്ലാതെ ഇതിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മാർക്കിനെ കുറിച്ച് സങ്കടപ്പെടുകയല്ല. ഇതിൽ നമ്മളെല്ലാവരും ഇപ്പോൾ നേരത്തെ നമ്മുടെ പിന്നെ ബഷീർ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഫിനിക്സിലെ അല്ലെങ്കിൽ ഫിൻവേഴ്സിലെ ഓരോ വിദ്യാർത്ഥിയും അവരുടെ സ്കൂളിലെ വലിയ താരങ്ങളാണ് അവർ. അവരിപ്പോ ഈ ആദ്യത്തെ 10ൽ വന്നില്ലെങ്കിൽ പോലും അവരിപ്പോ നമ്മൾ കുട്ടികളുമായി ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായത്, പ്രത്യേകിച്ച് 2ാം വർഷം ഫിനിക്സിൽ വന്ന കുട്ടികൾക്കാണ് ഇതിന്റെ വില ഏറ്റവും മനസ്സിലാവുന്നത്. മറ്റത് മുറ്റത്തെ മുല്ലയ്ക്ക് മണില്ല എന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ വരും. നമ്മൾ ഇതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈവ നടത്തിയപ്പോഴേ, വണ്ടൂരിലെ എല്ലാ ബ്രാഞ്ചിലും അനുഭവം ഉണ്ടാവും, വൈവ നടത്തിയപ്പോൾ ആ കുട്ടികൾ പറഞ്ഞത് നമ്മൾ മുമ്പ് പഠിച്ച സ്ഥാപനങ്ങളിലൊന്നും ഇങ്ങനെ പരീക്ഷയല്ല, എപ്പോഴെങ്കിലും എന്തെങ്കിലും പരീക്ഷ നടത്തുമെന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി ക്ലാസ് നടത്തുന്നു, നോട്ട് ബുക്ക് കൃത്യമായി ചെക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ അറ്റൻഡൻസ് കറക്റ്റായി നോക്കുന്നു, ക്ലാസ് ടെസ്റ്റ് നടത്തുന്നു, മെഗാ ടെസ്റ്റ്, പിന്നെ ഇതിൽ പറയാത്ത പല കാര്യങ്ങളും, അതായത് വൈവ, സെമിനാർ, കഴിഞ്ഞിട്ടാണ് കുട്ടി മെഗാ ടെസ്റ്റ് എത്തുന്നത്. അതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെ കൊണ്ട് പരമാവധി നമ്മൾ ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ നമുക്ക് പൂർണ്ണമായ സപ്പോർട്ടാണ് നൽകുന്നത്. ഈ ഒരു റിസൾട്ടിൽ ശരിക്കും രക്ഷിതാക്കളുടെ എഫോർട്ട് എന്ന് പറയുന്നത് പ്രശംസനീയമാണ്. കുട്ടികൾ നമ്മൾ ജനറലി ഈ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ മെഗാ ടെസ്റ്റിൽ ഏറ്റവും
പിറകിൽ വന്ന അങ്ങനെ രക്ഷിതാക്കൾ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും ഉണ്ടാവും. അതെ അതെ. ആ കുട്ടികൾ അധികവും ലേറ്റായി വന്നവരോ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് കിട്ടാത്തവരാണ്. അപ്പൊ ആ രക്ഷിതാക്കൾക്ക് ഒട്ടും നിരാശരാവേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ മെഗാ ടെസ്റ്റ് എക്സാം ഇപ്പോൾ നിലവിലുള്ള തീർച്ചയായിട്ടും ഈ ലിസ്റ്റ് അങ്ങോട്ടൊക്കെ മാറി മറിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ലേറ്റായി വന്ന കുട്ടികൾ, കഴിവുള്ള കുട്ടി ഉണ്ടെങ്കിൽ അടുത്ത് അത് വരാം. തീർച്ചയായും മാറ്റങ്ങൾ മാർക്ക് കുറഞ്ഞിരിക്കുന്ന രക്ഷിതാക്കൾ ഒട്ടും ഈ വിഷയത്തിൽ നിരാശരാവേണ്ട ഞങ്ങളുടെ അഭിപ്രായം. കാരണം ചിലത് അധികം വൈകി വന്ന കേസും അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഈ എക്സാമിൽ പങ്കെടുത്ത് എക്സാം എഴുതിയ മുഴുവൻ കുട്ടികൾക്കും ഹൃദയം തൊട്ട ഹൃദ്യമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. രക്ഷിതാക്കൾക്കും എല്ലാവർക്കും, ഇതിൽ പങ്കാളികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സന്തോഷവും നിങ്ങൾ അറിയിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അറിയിക്കുകയാണ്, ഞങ്ങളുടെ അക്കാഡമിക് വിങ് അടുത്ത +2 അടുത്ത മെഗാ ടെസ്റ്റ് അല്ലെങ്കിൽ ഫിൻ ടെസ്റ്റ് ഒക്ടോബറിൽ നടപ്പിലാക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയിക്കുകയാണ്. അതിന്റെ വിശദവിവരങ്ങൾ പിന്നീട് വരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. താങ്ക് യു.